Good morning. Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, Miss. How are you, Miss? How are you, Miss? Fine. How are you, Miss? Fine. Okay, എല്ലാവരും റെഡി അല്ലേ? Yes, Miss. എല്ലാവരും വന്നില്ലല്ലോ. സെറ വീഡിയോ ഓൺ ചെയ്ത് സെറ. Good morning, Miss. Good morning. Good Good morning. Miss, lesson 10 ന്റെ question answer കിട്ടിയില്ല. ഓക്കെ. ഇന്ന് തരാം. അതിലെ വർക്കുകളെല്ലാം പറഞ്ഞോ മോനെ? കഴിഞ്ഞ ക്ലാസ്സിലെ? No, Miss. ഇല്ലല്ലോ. No, Miss. ഇല്ല. No, Miss. Miss, complete the following lines കിട്ടിയില്ലായിരുന്നു. ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ അതല്ലേ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? അതും പിന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ലൈൻസ് കിട്ടിയില്ലായിരുന്നു. അത് ടെക്സ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്നില്ലേ? ടെക്സ്റ്റ് നോക്കിയാൽ ബാക്കി എഴുതാൻ പറ്റില്ലേ? ബാക്കി എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞോ? യെസ് മിസ്. പിന്നെ റൈറ്റ് ഹിന്ദി വേർഡ്സും കൂടെ പറയാനുണ്ട് മിസ്. ഹിന്ദി വേർഡ്സ് കൂടി പറയാനുണ്ടല്ലേ? അത് പറഞ്ഞു മിസ്. എർത്ത്, ധര, ഡ്രീം, സാക്ഷാത്കാർ, ബോഡി, ശരീർ, പൊല്യൂഷൻ, പ്രദൂഷൺ, ഹെൽത്തി, സ്വസ്തി, സിറ്റിസൺ, നാഗരിക്, ക്ലീൻ, സഫായി, ഹാബിറ്റ്, ആദത്ത്. അതിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ മിസ് റഫായിട്ട് എഴുതിയിട്ടാണ് അയക്കുന്നത്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാ വരിക: സ്വസ്ഥ രഹേ തൻ ഔർ മൻ സേ. സ്വസ്ഥ രഹേ തൻ ഔർ മൻ സേ. ഇപ്പോൾ എഴുതണ്ട, ഞാനത് ഒന്ന് വായിച്ചിരുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ സഫായി കെ നാം. ഏതാണ് അതിന്റെ പേര്? ദിനചര്യ കുച്ച് ഹിസ്സ. നമ്മുടെ ജീവചര്യയുടെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് ഏത്? സഫായി. തേർഡിന്റെ ആൻസർ ഒരു കാര്യം ചെയ്യാൻ റഫായിട്ട് എഴുതി അയച്ചുതരാം കേട്ടോ. അപ്പൊ 10th ലെസൺ കംപ്ലീറ്റ് ആയല്ലോ. വർക്കുകളെല്ലാം ക്വസ്റ്റ്യൻ ആൻസറും കൂടി കിട്ടിയാലേ? യെസ് മിസ്. അപ്പൊ ഒന്നുകൂടി ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ അത് അയച്ചു തരും. എല്ലാവരും ഇന്ന് 5 മണിക്കുള്ളിൽ 10th ലെസന്റെ കംപ്ലീറ്റ് ആക്കി അയച്ചിരിക്കണം. മിസ്സിന് നോട്ട്സ് അയച്ചിരുന്നതിൽ എല്ലാവരും വിശക്ക് വീണ്ടും കാണിക്കാൻ തുടങ്ങി. എല്ലാവരും നോട്ട്സ് അയച്ചു കാണുന്നില്ല. ചിലവര് ഒരു പേജ് മാത്രം കോപ്പി റൈറ്റിംഗ് മാത്രം അയച്ചു തരുന്നു. അങ്ങനെ പറ്റില്ല. നിർബന്ധമായും എല്ലാവരും അയച്ചു തരണം. അയക്കാത്തവരുടെ പേരും നിങ്ങൾക്ക് അറിയാലോ. പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ മാർക്ക് കുറയും. സി മാർക്ക് 10 ഇല്ലേ നിങ്ങൾക്ക്? 40 മാർക്കിന്റെ ക്വസ്റ്റിനും 10 മാർക്ക്. അത് 10th ലെസന്റെ കംപ്ലീറ്റ് വർക്കൊന്നും കിട്ടിയില്ല എനിക്ക്. ഇല്ല, അതന്നെ മിസ് ഇപ്പൊ പറഞ്ഞത്. അത് ഇന്ന് ഒന്നുകൂടി അയച്ചുതരാം. അതില് തേർഡ് കവിതാങ്കി പങ്ക്തിയാൻ പൂരീക്കരം എന്നുള്ളത് കവിത നോക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. മുമ്പിലെ പേജ് മറിച്ച് നോക്കിയിട്ട്. നിഹാലെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചോ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല? അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ദേവാഞ്ജന എവിടെയാണ്? ദേവാഞ്ജന ഷോപ്പിലാണ്. അതാണ് മാസ്ക് ഇട്ടിരിക്കുന്നത് അല്ലേ? മാസ്ക് ഇട്ടിരിക്കുന്ന ശീലം നല്ലത് തന്നെയാണ്. കാരണം ഈ സ്കൂളിൽ വന്നിട്ട് ഇരിക്കണ്ടേ. ഷോപ്പിലാണുള്ളത്. ഓക്കെ. എബിൻ വീഡിയോ ഓഫ് ചെയ്യല്ലേ? വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഫാത്തിമ മെഹബൂസിനെ കാണുന്നില്ല. നെക്സ്റ്റ് ലെസൺ 11th ലെസൺ സപ്നെ മേ സാക്ഷാത്കാർ, ഇന്റർവ്യൂ ഇൻ ഡ്രീം.
സപ്നെ മേ സാക്ഷാത്കാർ, സ്വപ്നത്തിലെ ഒരു ഇന്റർവ്യൂ. ഒരു കുട്ടി സ്വപ്നത്തിൽ കണ്ട ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആരുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞുതരാം. മിസ്സേ 10th ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല. അതല്ലേ ഇപ്പൊ പറഞ്ഞത് പോലെ. അത് ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞുടനെ ഒന്നുകൂടി അയച്ചുതരും. ഓക്കേ മിസ്. ഓക്കെ മിസ്, ഒരു കാര്യം ചെയ്യാം, അത് അയച്ചു തരുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. ടെക്സ്റ്റ് ബുക്ക് തന്നെ ക്വസ്റ്റ്യൻ നേരെ എഴുതിയതാണ്, കാരണം പോയം ആയതുകൊണ്ട്. അതിന്റെ താഴെ മിസ് ഒരു വോയിസ് കൂടി അയച്ചുതരാം, ഓരോന്നും വായിച്ചിരുന്നത്. അതും കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഡൗട്ട് ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ കാണുമ്പോഴേ അത് ക്ലിയർ ആയിട്ടില്ല മിസ് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് വരരുത്. അതിന്റെ താഴെയുള്ള വോയിസ് കേട്ടിട്ട് എഴുതാൻ പറ്റുമോ ശ്രദ്ധിക്കുക. നോക്കുക, സപ്നെ മേ സാക്ഷാത്കാർ. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തല്ലോ, ഒരു പ്രാവശ്യം പ്രസന്റ് ടൈപ്പ് ചെയ്തല്ലോ. ओके पांड का परिचय। इस पांड में बैडमिंटन खिलाड़ी पीवी सिंधु की खेल यात्रा एवं उपलब्धियों के बारे में रोचक ढंग से बताया गया है। बैडमिंटन स्पोर्ट्स बैडमिंटनिലെ കളിക്കാരിയായ പി.വി. സിന്ധുവിന്റെ ജീവിതയാത്ര, അതായത് സ്പോർട്സിൽ ഉണ്ടായ അതിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. पाठ का उद्देश्य खेलों के प्रति रुचि जगाना तथा परिश्रम से आगे बढ़ने की सीख देना। ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്തിനാണ്? ഒന്ന്, നിങ്ങൾക്ക് സ്പോർട്സിൽ ഉണ്ടാവുന്ന താല്പര്യം വർദ്ധിപ്പിക്കുക. സ്പോർട്സ് എന്ന് അറിയില്ലേ? സ്പോർട്സിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാക്കുക. പിന്നെയോ വേറൊന്നും കൂടി ഉണ്ട്, പരിശ്രം സെ ആകെ പഠനേക്ക് സീഖ് ദേന. പരിശ്രമത്തിലൂടെ മുന്നേറാൻ വേണ്ടി പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗം തന്നത്. പരിശ്രമത്തിൽ മാത്രമേ മുന്നേറാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. നന്നായിട്ട് പരിശ്രമിക്കണം. പരിശ്രമിക്കും തോറും നമുക്ക് ജയം കിട്ടും. പരിശ്രമിക്കാതെ മടിച്ചിരുന്നാലോ തോൽവി മാത്രമായിരിക്കും. എബിൻ എന്താണ് നഖം കടിക്കുന്നത് രാവിലെ തന്നെ? വായിലെങ്ങനെ വെള്ളം ഇടലെന്ന് വന്നേ പറഞ്ഞതല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ്, പരിശ്രമത്തിലൂടെ മുന്നേറാൻ പഠിക്കണം ഈ പാഠഭാഗം പഠിച്ചതിന് ശേഷം. അപ്പൊ നമുക്ക് നോക്കാം, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. बिस्तर से उड़ते ही मधुरिमा के चेहरे पर आज जो खुशी थी वह कुछ अलग ही थी. മിസ് വായിക്കുമ്പോ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് ആ ലൈൻ നോക്കി വെക്കുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതിലേ നടന്ന് സമയം കളയരുത്. കൃത്യം നോക്കണം സെന്റൻസ്. आज मान के कहे बिना ही वह जल्दी से नहा धोकर स्कूल जाने के लिए तैयार हो गई. माम ने जब इसका कारण पूछा तो बोली, माम स्कूल से लौट कर बताऊंगी. स्कूल के लिए देर ना हो जाए, बस आ गई है, मैं जाती हूँ. स्कूल पहुंचकर बस से उतरते ही वह सीधी मंजुला के पास गई और बोली, मंजुला जानती हो रात को मैंने स्वप्न में अपनी पसंदीदा बैडमिंटन खिलाड़ी पी.वी. सिंधु का इंटरव्यू लिया, तभी आज इतनी खुश हो. जल्दी बताओ तुमने साक्षात्कार में क्या क्या पूछा? मंजुला ने कहा. मधुरिमा ने चमकती आंखों से साक्षात्कार के बारे में ज्यों का त्यों बताना शुरू किया, तो ऐसा लगा मानो साक्षात्कार अभी लिया जा रहा हो और मंजुला दर्शक बनी ध्यान से देख सुन रही हो. मधुरिमा ने बताना शुरू किया. അതുവരെ പറഞ്ഞുതരാം. ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാം ശ്രദ്ധിക്കണേ. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ഫിംഗർ ഒന്ന് ആ വിരല് ആ വായിക്കുന്ന സെന്റൻസ് താഴോട്ടൊന്ന് പോട്ടെ. നിങ്ങളുടെ ശ്രദ്ധ അവിടെ മാത്രം, വേറെ എവിടെയും പോകരുത്. ഓക്കെ, റെഡി ആണല്ലോ? ആരെ റെഡി? യെസ്, ഓക്കെ. യെസ്. बिस्तर से उड़ते ही मधुरिमा के चेहरे पर आज जो खुशी थी. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ തന്നെ മധുരിമയുടെ മുഖത്ത്, മധുരിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മുഖത്ത് വളരെയധികം ഹാപ്പി ആയിരുന്നു. വഹ് കുച്ച് അലഗ് ഹി ഥി. അതെന്തോ വേറെ കാരണമാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുമ്പോ തന്നെ നല്ല മൂടോടെ, അങ്ങനെയല്ലേ പറഞ്ഞത്, നല്ല മൂടോടെ എഴുന്നേറ്റ് വരുന്നവരല്ലേ? എന്താ അങ്ങനെ നല്ല മൂടോടെ എഴുന്നേറ്റ് വരിക പറഞ്ഞത്?
അത് നല്ല സന്തോഷം എന്തോ ഉണ്ടല്ലേ. ആജ് മാം കെ കഹേ ബിനാ ഹി വാഹ് ജൽദി സെ നഹാ ധോക്കർ സ്കൂൾ ജാനെ കെ ലിയെ തയ്യാർ ഹോ ഗയി. ഇന്ന് അമ്മ പറയാതെ തന്നെ അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരുങ്ങി കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകാൻ വേണ്ടി. മറ്റേ അമ്മ പിറകെ നടക്കണം, മോളെ ബ്രഷ് ചെയ്, കുളിക്ക്, തുവർക്ക് അല്ലേ, മുടി ഉണക്കിയെടുക്ക്, മുടി ചീകിയെടുക്ക്, ഇങ്ങനെ പറയണ്ടേ പിറകെ. നിങ്ങളുടെ പുറകെ വരേണ്ടതില്ലേ പേരൻസ്? അപ്പൊ ഇന്ന് അമ്മയോട് അമ്മ ഒന്നും പറയാതെ തന്നെ മോൾ എന്ത് ചെയ്തു മധുരിമ? അബ്ദുൽ ബാസിത്തെ പേന താഴെ വെക്കണം. ആഗ്നസ് അലൻ വൈകി വന്നുകൊണ്ട് പേജ് നമ്പർ 58 11ാമത്തെ ലെസൺ ആണ് എടുക്കുന്നത്, ഫസ്റ്റ് പേപ്പർ. അപ്പൊ ഇന്ന് അമ്മ ഒന്നും പറയാതെ തന്നെ എന്ത് ചെയ്തു മധുരിമ എല്ലാം സ്വന്തം ചെയ്തു, സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. മാമിനെ ജബ് ഇസ്കാ കാരൻ പൂച്ചാ തോ ബോലി മാം സ്കൂൾ സെ ലൗട്ട് കർ ബതാഊ. അപ്പൊ അമ്മ ചോദിച്ചു, മോളെ നീ എന്താ ഇന്നൊരു പ്രത്യേകത, നിന്റെ സ്പെഷ്യല്, ഇന്ന് എന്ത് പറ്റി നിൽക്കുന്നതെന്ന് ചോദിക്കൂലേ? മകൾ ഒറ്റക്കല്ല് ചെയ്ത് റെഡിയാകുമ്പോ ഉണ്ടാവില്ലേ? അപ്പൊ എന്താ മകള് പറഞ്ഞത് മധുരിമ? അമ്മേ ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയും. സ്കൂൾ കെ ലിയെ ദേർ ന ഹോ ജായേ ബസ് ആ ഗയി ഹൈ മൈ ജാതി. ഞാൻ സ്കൂളിൽ പോയിട്ട് അധികം വൈകാതെ തിരിച്ചു വരുമല്ലോ, എന്നിട്ട് വന്നിട്ട് പറയാം ബസ് വരുന്നുണ്ട് ഞാൻ പോകുന്നു, എന്നിട്ട് പോയി. स्कूल पहुंचकर बस से उतरते ही वह सीधी मंजुला के पास गई और बोली. സ്കൂളിൽ എത്തിയ ഉടനെ ബസ്സിൽ നിന്ന് ഓടി ഇറങ്ങി അവൾ എവിടത്തേക്കാ പോയത്? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മഞ്ജുളയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മഞ്ജുള जानती हो रात को मैंने स्वप्न में अपनी पसंदीदा बैडमिंटन खिलाड़ी पीवी सिंधु का इंटरव्यू लिया. മഞ്ജുള നീ അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നലെ സ്വപ്നത്തില് എനിക്ക് ഇഷ്ടപ്പെട്ട ബാഡ്മിന്റൺ സ്പോർട്സുകാരി PV സിന്ധു ആയിട്ട് ഞാനൊരു ഇന്റർവ്യൂ നടത്തി. ഞാൻ അതാ സ്വപ്നം കണ്ടിരുന്നതാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഓടി വന്നിട്ടോ. വീട്ടിൽ നിന്ന് ഒറ്റക്കന്നെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് അമ്മ കഴിക്കുമ്പോ ഞാൻ വന്നിട്ട് പറയാൻ വന്നേ, ഇത് ഫ്രണ്ടിനോട് പറയാൻ ഇത്രയും ധൃതിയായി. നമുക്കുണ്ടാവില്ലേ അങ്ങനെ? നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് വേഗം നമുക്ക് എന്തിന്റെ ഫ്രണ്ടിനെ കാണണം തോന്നും അല്ലേ? എത്തിയിട്ടൊന്ന് ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം സമാധാനാവുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട സ്പോർട്സ്, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി നിങ്ങളത് സ്വപ്നത്തിൽ നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിലും ഒന്ന് ഓർത്ത് നോക്കിയൊക്കെ നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? ഇനിയല്ല, മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ്, ആരെ വേണ്ട അവരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അവരെ അടുത്ത് നിന്ന് ഒരുമിച്ച് ഒരു സെൽഫി എടുക്കുന്നതും അവരോട് ഇന്റർവ്യൂവിൽ അങ്ങനെ വീട് എവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചറിഞ്ഞ ഒരു ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നൂല? രാവിലെ സ്വപ്നത്തിലാണ് ഇന്റർവ്യൂ കേട്ടോ. അപ്പൊ ഇവിടെ ഈ കുട്ടി എന്താണ് സ്വപ്നത്തിലെ സ്പോർട്സിലെ ബാഡ്മിന്റൺ അത് പ്രധാനപ്പെട്ട PV സിന്ധുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ. തബി ആജ് ഇത്തിരി ഖുശ് ഹോ, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം എന്ന് അവള് പറഞ്ഞു. ജൽദി ബതാവോ തുമ്നെ സാക്ഷാത്കാർ മേ ക്യാ ക്യാ പൂജ. അപ്പൊ ഇവള് ചോദിച്ചു, എന്താ ചോദിച്ചത്? നീ വേഗം പറഞ്ഞേ, നീ നിന്റെ ഇന്റർവ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? മഞ്ജുളാനെ മഞ്ജുള പറഞ്ഞു, मधुरिमा ने चमकती आंखों से साक्षात्कार के बारे में जोम का त्योम बताना शुरू किया. മധുരിമ കണ്ണു തുറന്നുകൊണ്ട് ആ സ്വപ്നത്തിലേക്ക് ആ സ്വപ്നം കാര്യം ഇങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങി. तो ऐसा लगा मानो साक्षात्कार अभी लिया जा रहा हो और मंजुला दर्शक बनी ध्यान से देख सुन रही हो. ആ ഇന്റർവ്യൂ കൃത്യമായിട്ട് ഒന്നും തെറ്റാതെ മറന്നു പോകാതെ തന്നെ എന്ത് ചെയ്തു? മധുരിമ മഞ്ജുളക്ക് പറഞ്ഞു. മഞ്ജുളയാണെങ്കിൽ ഒരു കാഴ്ച കാണുന്നത് പോലെ അവിടുന്ന് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മധുരിമാനെ ബദാന ശുരുക്കിയ. ഇനി ആ ഇന്റർവ്യൂ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇനി ആ ഇന്റർവ്യൂ സ്വപ്നത്തിൽ കണ്ട ഇന്റർവ്യൂ ആണ് പേജ് നമ്പർ 59. അതായത് വീഡിയോ ഓൺ ചെയ്തേ, എന്താ ലേറ്റ് ആയിട്ട് വരുന്നത്? പേജ് നമ്പർ 59.
മധുരിമ. ഫസ്റ്റ് മധുരിമ ചോദിക്കേ. എന്നാ ഇത് വീഡിയോ ഓൺ ചെയ്തേ. ഗെയിം കളിക്കുന്ന ടീച്ചറെ ഫോണില് ഇത്രയും സമയം ഗെയിം കളിക്കുന്നുണ്ടല്ലേ? അദ്വൈത് ഇങ്ങോട്ട് നോക്കിയേ. അദ്വൈതേ എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയതിന് കാരണം പറഞ്ഞേ. സമയം നോക്കിട്ട. സമയം നീ അറിയണ്ടേ? പേജ് നമ്പർ 58 ഞാൻ ഇപ്പൊ എടുത്തു. നീ അതൊന്നും ചെയ്യണമെന്നറിയാം. ഒരു റഫ് പേപ്പറില് എനിക്ക് ഒരു പ്രാവശ്യം അത് മുഴുവൻ എഴുതി ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചു തരണം. എനിക്കുള്ള ശിക്ഷ അതാണ് കേട്ടോ. പേജ് നമ്പർ 58 11ാമത്തെ പാഠം സപ്നേമേ സാക്ഷാത്കാർ എന്നുള്ളത്. ആ പേജില് മുഴുവനും 2 പാരഗ്രാഫ് ഉണ്ട്. ആ 2 പാരഗ്രാഫും നീ ഒരു റഫ് പേപ്പറിൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുന്നേ 1 മണിക്ക് മുന്നേ എനിക്ക് അയച്ചു തരണം. മനസ്സിലായോ അദ്വൈതേ? ഒരു പ്രാവശ്യം ആ പേജ് മുഴുവനും 1 പ്രാവശ്യം മതി. നിന്റെ നീ ചോറ് കഴിക്കണ്ടോ? കേട്ടില്ല? നിനക്കുള്ള ശിക്ഷ അതാണ്. നിനക്ക് അടി പറ്റില്ല. നീ കുറച്ച് ഇങ്ങനെ എഴുതി പഠിക്കണം. ആ ഒരു പേജ് ഫുള്ള്. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വോയിസ് ആയിട്ട് വേണ്ട. മിസ്സേ ഞാനത് എഴുതിയിട്ടില്ല, എഴുതാൻ മറന്നു എന്നുള്ള വോയിസ് എനിക്ക് കേൾക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിൽ കയറ്റണമെങ്കിൽ നീ അത് എനിക്ക് 1 മണിക്ക് മുന്നേ അയച്ചു തരണം. ഓക്കെ? ആ ഒരു പേജ് ഫുള്ള് 11ാമത്തെ ലെസൺ. അമ്മേനെ കൊണ്ടോ വീട്ടിലെ മറ്റാരെ കൊണ്ടും നീ കൈക്കൂലി കൊടുത്തൊന്നും എഴുതിപ്പിക്കും വേണ്ട. നിന്റെ എഴുത്തന്നെ എനിക്ക് കാണണം കേട്ടാ? ഇനി ഇങ്ങനെ വൈകാൻ പാടില്ലല്ലോ. നെക്സ്റ്റ് പേജ് നമ്പർ 59 ആണ് പറയുന്നത്. പേജ് നമ്പർ 59 ഒരു ഇന്റർവ്യൂ. അത് PV സിന്ധു, ബാഡ്മിന്റൺ സ്പോർട്സിലെ PV സിന്ധുമായിട്ട് ഒരു കുട്ടി സ്വപ്നത്തിൽ കണ്ട ഇന്റർവ്യൂ. മധുരിമ. നമസ്തേ സിന്ധു ജി, മേരാ നാം മധുരിമ ഹെ, मैं आपकी ഫാൻ ഹൂം. അപ്പൊ മധുരിമ എന്താ ഉറക്കത്തില് ഇന്റർവ്യൂല് ഫസ്റ്റ് പറഞ്ഞത്? നമസ്തേ സിന്ധു ജി. നമ്മളെക്കാളും ബഹുമാനമുള്ള ഒരാളെ കാണും നമ്മൾ എന്ത് പറയും? നമസ്തേ അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരും, നമ്മൾ എന്ത് പറയും? നമസ്തേ ജി, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലേ? അതെന്തിനാ നമ്മൾ അങ്ങനെ പറയുന്നത്? ഒരു ബഹുമാന സൂചകമാണ് അല്ലെ? നമ്മൾ ബഹുമാനിക്കുന്നതാണ് അല്ലെ? നമസ്തേ, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, നമസ്തേ ജി. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറയാണ് നമസ്തേ സിന്ധു ജി, നമസ്തേ സിന്ധു ജി, മേരാ നാം മധുരിമ ഹെ, എന്റെ പേര് മധുരിമ എന്നാണ്. മേം ആപ്കി ഫാൻ ഹൂം, ഞാൻ താങ്കളുടെ ഫാനാണ്. എന്നിട്ട് താങ്കളുടെ ഫാനാണെന്ന് പറഞ്ഞാൽ ആരാധിക അല്ലെ? പ്രശംസിക, ആരാധികയാണ്. അപ്പൊ സിന്ധു ചോദിക്കുന്നത് എന്താണ്? ഇതൊരു കുട്ടി സ്വപ്നത്തിൽ കണ്ട ഇന്റർവ്യൂ ആണ്. സിന്ധു എന്ന് ചോദിക്കുന്നതിന് മറുപടി ആയിട്ട് നമസ്തേ മധുരിമ, ധന്യവാദ്, ബതാവോ ക്യാ പൂछना चाहती हो. നമസ്തേ മധുരിമ, ധന്യവാദ്, താങ്ക് യു, ബതാവോ ക്യാ പൂछना चाहती हो, നിനക്ക് എന്താ എന്നെ കുറിച്ച് അറിയേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ മധുരിമ എന്താ പറഞ്ഞത്? ആപ്കാ പൂരാ നാം ക്യാ ഹെ, ആപ്കാ ജന്മ കബ് ഓർ കഹാ ഹുവാ താ, താങ്കളുടെ പേര്, മുഴുവൻ പേര് എന്താണ്? അങ്ങ് എവിടെയാണ് ജനിച്ചത്? എപ്പോഴാണ് ജനിച്ചത്? അപ്പൊ സിന്ധു എന്ത് പറഞ്ഞു? മേരാ നാം പുസർല വെങ്കട് സിന്ധു ഹെ. PV സിന്ധു എന്നുള്ളതിന്റെ മുഴുവൻ പേരെന്താണ്? പുസർല വെങ്കട് സിന്ധു. ലോക മുझे PV സിന്ധു കെ നാം സേ ജാനത്തെ ഹെ. ജനങ്ങൾ എന്നെ ചുരുക്കിയിട്ട് എന്ത് വിളിച്ചിരുന്നു? PV സിന്ധു. മേരാ ജന്മ, എന്റെ ജനനം 5 ജൂലൈ 1995 में आंध्र प्रदेश की राजधानी हैदराबाद में हुआ था. ഞാൻ ജനിച്ചത് 1995 ജൂലൈ 5 ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ
ഹൈദരാബാദിലായിരുന്നു. അപ്പൊ എവിടെയാ ജനിച്ചത്? നിങ്ങളുടെ മുഴുവൻ പേരെന്താണ്? എപ്പോഴാണ് ജനിച്ചത്? 3 ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയില്ലേ? അദ്ദേഹത്തിനെ കാണുന്നില്ലല്ലോ. അദ്വൈതേ ക്ലാസ്സിലില്ലേ? കൈയൊന്നും മാറ്റി വെക്കൊന്നും വേണ്ട, ക്യാമറയില് നിന്റെ മുഖം കാണട്ടെ. നെക്സ്റ്റ് മധുരിമ. ഞാൻ വായിക്കുന്നതിന് സെന്റൻസിന് താഴെ ഒന്ന് നിങ്ങൾ അതായത് നിങ്ങളുടെ ഫിംഗർ ഒന്ന് പോട്ടെ. മിസ് വായിക്കുന്ന എവിടെയാണ് നിങ്ങളുടെ വിരലുകൾ ഒന്ന് നീങ്ങിയതിനനുസരിച്ച്. कृपया अपने माता पिता के बारे में कुछ बताइए. कृपया अपने माता पिता के बारे में कुछ बताइए. ഒന്ന് നിങ്ങളുടെ അച്ഛനമ്മമാരെ കുറിച്ച് കൂടി പരിചയപ്പെടുത്തി തന്നാലും. നിങ്ങളുടെ പേരൻസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയാലും. പ്ലീസ് ടെൽ മീ സംതിങ് അബൌട്ട് യുവർ പേരൻസ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? പ്ലീസ് ടെൽ മീ സംതിങ് അബൌട്ട് യുവർ പേരൻസ്. ദയവായി നിങ്ങൾ പറഞ്ഞാലും, നിങ്ങളുടെ പേരൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാലും. ഇപ്പൊ സിന്ധു എന്താ പറഞ്ഞത്? മേരെ പിതാ കാ നാം PV രമൺ और माम का नाम P വിജയ है. എന്റെ ഫാദറിന്റെ പേര് PV രമൺ. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ പേര് P വിജയ എന്നാണ്. My father's name is PV രമൺ. രമൺ എന്നാണ് കേട്ടോ. ആൻഡ് മദർ നെയിം ഈസ് P വിജയ. അപ്പൊ PV സിന്ധുവിന്റെ അച്ഛന്റെ അമ്മയുടെ പേര് കിട്ടിയില്ലേ? मेरे माता पिता दोनों ही वॉलीबॉल के खिलाड़ी रह चुके हैं. എന്റെ പേരൻസ് എല്ലാവരും എന്താണ് നടക്കുന്നത് അദ്വൈതേ? അദ്വൈത് ഇല്ല എവിടെ? അദ്വൈത് എന്താണ് അവിടെ തർക്കിക്കുന്ന അമ്മയോട്? ഒന്നും തർക്കിക്കണ്ട. നീ ഗെയിം കളിച്ചിട്ടാണ് നീ ക്ലാസ് കയറാതെ. നിന്നെ അത്രയും കെയർ ചെയ്യുന്നത് നിന്റെ അമ്മ അല്ലേ? ഇല്ലേ അദ്വൈതേ? നിന്റെ കൂടെ എന്നും നിന്റെ അമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. നിന്നെ ക്ലാസ്സിൽ ഇരുത്താൻ, നിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എല്ലാം നിന്റെ അമ്മ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ, ബാക്കിയുള്ള കുട്ടികളെല്ലാം തനിച്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ. അതത് ക്ലാസ് ടൈമിൽ കയറിയിരിക്കുന്നു. നീ അല്ല, നീ കുറച്ച് മടി കൂടുതലാണ്. ഞാൻ അത് അദ്വൈതിന്റെ വീട്ടിൽ വന്നല്ലോ, ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഇല്ലേ? എല്ലാ കാര്യത്തിനും നിങ്ങൾ എല്ലാവരും അദ്വൈതിന്റെ ക്ലാസ്സിൽ എല്ലാവരും അറിഞ്ഞു. അത് അദ്വൈതിന് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അവന്റെ അമ്മയുണ്ട് കൂടെ. എപ്പോഴും ക്ലാസ് ടൈമിൽ കൂടി ഇരിക്കുന്നുണ്ടാവും അവിടെ. അപ്പൊ ഇപ്പൊ തർക്കിക്കുന്നുണ്ട് അവിടുന്ന്. ഗെയിം കളിച്ചിട്ടൊന്നും ഇല്ലാന്നായിരിക്കും തർക്കിക്കുന്നുണ്ടാവുക അല്ലെ? ഗെയിം കളിച്ച് തന്നെയാണ്, വേറെ എനിക്ക് ജോലിയൊന്നും ഇല്ല അവിടെ. അപ്പൊ എന്തായാലും എഴുതിയേ പറ്റൂ. ഇനി അതും കൊണ്ട് ക്ലാസ്സിൽ ബാക്കി പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കും. കേൾക്കുന്നുണ്ടോ? അപ്പൊ നോക്ക്, എന്റെ പേരൻസും രണ്ടുപേരും വോളിബോൾ സ്പോർട്സിൽ വോളിബോൾ ടീമാണ് അല്ലെ. പിതാജി അർജുൻ പുരസ്കാർ സെ സമ്മാനിത ഖിലാഡി ഹെ. എന്റെ ഫാദറിന് അർജുൻ പുരസ്കാർ മെഡൽ വരെ ലഭിച്ചിട്ടുണ്ട്. Both my father and mother had been volleyball players. Both my father and mother had been volleyball players. My father is honored with Arjun Award. മനസ്സിലായോ? മധുരിമ, आपको बैडमिंटन खेलने की प्रेरणा कहाँ से मिली? നിങ്ങൾക്ക് എവിടുന്നാണ്
ഇൻസ്പിറേഷൻ കിട്ടിയത്, നിങ്ങൾക്ക് പ്രേരണ ലഭിച്ചത് എവിടുന്നായിരുന്നു? ബാഡ്മിന്റണിലേക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് എവിടുന്നായിരുന്നു? മെഹൂസിനെ കാണുന്നില്ലല്ലോ. മെഹൂസ് ഒന്ന് ലൈറ്റിലേക്ക് വന്നേ. അപ്പൊ മധുരിമ എന്താ ചോദിക്കുന്നത്? Where did you get inspiration to play badminton from? Where did you get inspiration to play badminton from? നിങ്ങൾക്ക് എവിടുന്നാണ് ബാഡ്മിന്റണിലേക്ക് വരാനുള്ള ആ പ്രേരണ ലഭിച്ചത്? അപ്പൊ സിന്ധു എന്താ മറുപടി പറഞ്ഞത്? वर्ष 2001 में पुलेला गोपीचंद ऑल इंग्लैंड ओपन बैडमिंटन प्रतियोगिता के चैंपियन बने थे। उनकी इस सफलता के लिए उन्हें तमिलनाडु के मुख्यमंत्री द्वारा सम्मानित किया गया। यह देखकर मैं उनसे बहुत प्रभावित हुई और बैडमिंटन खिलाड़ी बनने का दृढ़ निश्चय किया। आज पुलेला गोपीचंद मेरे गुरु है। എവിടുന്നാണ് ബാഡ്മിന്റണിലേക്കുള്ള പ്രേരണ ലഭിച്ചെന്നല്ലേ ക്വസ്റ്റ്യൻ? അദ്വൈത കൈ മാറ്റി. അദ്വൈതിന്റെ കൈ അങ്ങോട്ട് മാറ്റുക. അദ്വൈത് കമൽ, അവൻ എന്തെങ്കിലും കുസൃതി കളിക്കണമെങ്കിൽ അപ്പൊ എന്തെങ്കിലും ക്യാമറ കൈ മറച്ചു വെക്കും. കണ്ടോ നിങ്ങളെ? എല്ലാരും ശ്രദ്ധിച്ചോ നിങ്ങളെ? അതാ അദ്വൈതിനോടാ പറഞ്ഞത് ഞാൻ. ഇപ്പൊ നിന്നെ റിമൂവ് ചെയ്യും, ക്ലാസ്സിന് പുറത്തു വിടുവേ. നീ ക്ലാസ്സിൽ ഇരിക്കണ്ടെന്നാല്. എനിക്ക് പറയുന്ന ചെവിയൊന്നും കേൾക്കുന്നില്ലടാ. നിന്റെ പേര് വിളിക്കുന്നൊന്നും എനിക്ക് കേൾക്കുന്നില്ലേ? നീ ഇടക്കിടക്ക് എന്തിനാ കൈ കൊണ്ട് ഇങ്ങനെ ക്യാമറ കവർ ചെയ്യുന്നേ? നീ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്കൂൾ തുറന്ന ക്ലാസ്സിലേക്ക് വരുവാ? നിന്റെ മുഖം ഇങ്ങനെ കണ്ടൂടെങ്കില്? ക്യാമറ കവർ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അവിടെ ഇരുന്നിട്ട് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോ ക്യാമറ എങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വീഴ്ത്തി വെക്കല? എന്താ ചെയ്യുന്നേ? നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചെറിയ മക്കളല്ലേ? നിങ്ങൾ നല്ല ശീലങ്ങൾ പഠിക്കേ. ഫോണില് ഗെയിം കളി, എല്ലാരും നല്ല മാർക്കും വാങ്ങി ജയിച്ചു പോകുമ്പോ നിങ്ങൾ വിഷമിക്കല്. എന്തുകൊണ്ട്? ഫോണിൽ ഗെയിം കളിച്ച എന്താ ലാഭം അന്നേരം മനസ്സിലാവും. നോക്കുക. അപ്പൊ എങ്ങനെയാണ് പ്രേരണ ലഭിച്ചെന്ന് പറഞ്ഞത്? വർഷ 2001 में पुलेला गोपीचंद ऑल इंग्लैंड ओपन बैडमिंटन प्रतियोगिता के चैंपियन बने थे। ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റണിലെ മത്സരത്തില് പുലേല ഗോപിചന്ദ് ആയിരുന്നു ചാമ്പ്യൻ ആയി തീർന്നത്. उनकी इस सफलता के लिए उन्हें तमिलनाडु के मुख्यमंत्री द्वारा सम्मानित किया गया. അദ്ദേഹത്തിന് ഇതിനെ അതിൽ ജയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് തമിഴ്നാടിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് സമ്മാനം, അതായത് അവാർഡ് ലഭിച്ചിരുന്നു. एक देखकर मैं उनसे प्रभावित हुई और बैडमिंटन खिलाड़ी बनने का दृढ़ निश्चय किया. ഇത് കണ്ട എനിക്ക് ബാഡ്മിന്റണിലേക്ക് താല്പര്യം തോന്നി. അന്ന് മുതൽ ഞാനും ഒരു തീരുമാനം എടുത്തു. ആജ് പുലേല ഗോപിചന്ദ് മേരെ ഗുരു ഹെ. ഇന്ന് എന്റെ ഗുരുവാണ് ആര്? പുലേല ഗോപിചന്ദ്. മധുരിമ, ആപ്പിനെ കബ് സേ ഖേൽന ശുരു കിയ. നിങ്ങൾ എപ്പോഴാണ് ഈ സ്പോർട്സിലേക്ക് ഗെയിം കളി തുടങ്ങിയത്? ആപ്പിനി പ്രശിക്ഷൺ യാത്രക്കാർ ബാരെ മേ കുച്ച് ബതായിയേ. നിങ്ങളുടെ പരിശീലന യാത്രയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാലും. മധുരിമ ചോദിക്കുന്നത് എന്താണ്? when did you start playing? आपने कब से खेलना शुरू किया? when did you start playing? please tell something about the journey of
ട്രെയിനിങ്. ഈ പരിശീലന യാത്രയെ കുറിച്ച് ആ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തന്നാലും. നെക്സ്റ്റ് പേജ് നമ്പർ 60. പേജ് നമ്പർ 60 എടുത്ത് വെച്ച് അതുവരെ മനസ്സിലായോ മക്കളെ? ഇന്റർവ്യൂ നടത്തിയത് ശരിയായ ആൻസറും ക്വസ്റ്റ്യനും ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ സ്വപ്നത്തിലെ ഒരു ഇന്റർവ്യൂ മോഡല് നിങ്ങൾക്ക് ഒരു പാഠഭാഗം തന്നു എന്ന് മാത്രം കേട്ടോ. അത് സ്വപ്നത്തിലല്ലേ, അപ്പൊ അത് ശരിയായിരിക്കില്ല, സത്യമായിരിക്കില്ല എന്ന് തോന്നരുത്. ആ ഇന്റർവ്യൂ കറക്റ്റ് ആണ്, പക്ഷെ അത് സ്വപ്നത്തിലാണെന്ന് മാത്രം. സ്വപ്നം കണ്ട രീതിയിലാണ് നിങ്ങൾക്ക് പാഠഭാഗം തന്നതെന്ന് മാത്രം. ഓക്കെ, പേജ് നമ്പർ 60. നെക്സ്റ്റ്. അപ്പൊ സിന്ധു അതിനെന്താ മറുപടി പറഞ്ഞത്? എപ്പോഴാണ് കളി ആരംഭിച്ചത് അല്ലെ, ഏത് വയസ്സിലാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ ആൻസർ എന്താ? मैंने लगभग 8 वर्ष की उम्र से खेलना शुरू किया. I started playing at the age of about 8 years. I started playing at the age of about 8 years. 8 years എന്ന് എത്ര വയസ്സ്? 8ാമത്തെ വയസ്സിൽ അല്ലേ. 8ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ പ്ലേ. सिकंदराबाद में इंडियन रेलवे सिग्नल इंजीनियरिंग और दूरसंचार के बैडमिंटन कोर्ट में कोच महबूब अली से बैडमिंटन की शुरुआती शिक्षा प्राप्त की. എനിക്ക് ആദ്യം എന്റെ കോച്ചായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? മെഹബൂബ് അലിയിൽ നിന്നാണ് ഞാൻ എന്റെ ബാഡ്മിന്റന്റെ പരിശീലനം ആദ്യം തുടക്കം കുറിച്ചത്. उसके बाद मैं गोपीचंद बैडमिंटन अकादमी में शामिल हुई. അതിനുശേഷം ഗോപിചന്ദ് ബാഡ്മിന്റൺ അക്കാദമി എന്നതിൽ ഞാൻ അഡ്മിഷൻ നേടുകയും मैंने पुलेला गोपीचंद से बैडमिंटन की बारीकियां सीखी. അവിടെ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്നെ പുലേല ഗോപിചന്ദ് ബാഡ്മിന്റണിലെ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നു, എനിക്ക് പരിശീലനം തന്നു. മധുരിമ. അപ്പൊ മധുരിമ അടുത്ത ചോദ്യം എന്താ ചോദിക്കുന്നറിയോ? ബച്പൻ में आपकी दिनचर्या कैसी होती है? What was your routine in your childhood? बचपन में आपकी दिनचर्या कैसी होती है? What was your routine in your childhood? എന്താ അങ്ങനെ പറഞ്ഞാലേ? കുട്ടിക്കാലത്ത് എന്തൊക്കെയാ നിങ്ങളുടെ ഹോബീസ് അല്ലേ? നിങ്ങളോട് ചോദിക്കാറില്ലേ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാ? എന്താ നിങ്ങളുടെ ഹോബി? സൂര്യദേവൻ, നിന്റെ ഹോബി എന്താ? സൂര്യദേവേ എന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. സൂര്യദേവിന്റെ ഹോബി എന്താ? പറഞ്ഞോ, വേഗം പറഞ്ഞോ, എല്ലാരും ചോദിക്കുന്നു. Playing. പ്ലേയിങ്. ആദിദേവേ? Playing. പ്ലേയിങ് തന്നെ. അൽന? art. ഓഹോ, വെരി ഗുഡ്. മെഹൂസ? മെഹൂസനെ നേരത്തെ കാണുന്നില്ല, പറയാനെങ്കിലും പുറത്തേക്ക് ഒരു നോക്കാലോ. ഫാത്തിമ മെഹൂസിന്റെ അവിടെ? ദേവപ്രിയ? Study. എന്താണ്? Study. സ്റ്റഡിങ്. വേറൊന്നുമില്ല, സ്റ്റഡിങ് മാത്രമേ ഉള്ളൂ, പഠനം മാത്രം മതിയാ ദേവപ്രിയെ? Dance. ഡാൻസ്. വെരി ഗുഡ്. അങ്ങനെ എന്തെങ്കിലും അയച്ചത് കേട്ടോ. സെബ? സെബനെ കാണുന്നില്ലെങ്കിൽ പറഞ്ഞോ. Acting. മനസ്സിലായില്ല? Acting. ഓക്കെ. ഷെഫി? Acting. ഓക്കെ. മുഹമ്മദ് നിഹാൽ? Playing. പ്ലേയിങ്. അദ്വൈത് കമൽ? ഇഷ്ടപ്പെട്ട ഹോബി പറ. അദ്വൈതേ, നിന്റെ ഇഷ്ടപ്പെട്ട ഹോബി എന്താ? കാജൽ? ക്ലിയർ ആയില്ല. Study. മനസ്സിലായോ നിങ്ങൾക്ക്?
നോ. Studying. സ്റ്റഡിങ് അല്ലാതെ വേറെ ഡാൻസിങ് ഉണ്ടോ? സിംഗിങ് ആൻഡ് ഡാൻസിങ്, പ്ലേയിങ്, ഏതാ ഇഷ്ടപ്പെട്ട ഹോബി? ഓക്കെ. അദ്വൈതിനൊന്നും പറയാനുണ്ടോ? അദ്വൈതേ, ഇഷ്ടപ്പെട്ട ഹോബി എന്താ നിന്റെ? നിന്റെ ഈ പ്രായത്തിൽ ഇഷ്ടപ്പെട്ട ഹോബി പറടാ. നിന്റെ ഇഷ്ടപ്പെട്ട വിനോദം എന്താ? ഞാൻ അവന്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷികളെ, പക്ഷി കുഞ്ഞുങ്ങളെ വളർത്തുക. നല്ല ഹോബി അല്ലേ? ആ, അവന്റെ കൂടെ എന്നും ഉണ്ട് പക്ഷികള്. ആഷിൻ, ആഷിനെ, ആഷിൻ സ്റ്റക്കായി. ആഷിൻ, പട്ടിനെ വളർത്തല്. ഓഹോ. ആഗ്നസ്, സ്വിമ്മിങ്. പട്ടിനെ വളർത്തുന്നത്. ആ, ഓക്കെ. ആരോൺ, ഡ്രോയിങ്. ഡ്രോയിങ്, വെരി ഗുഡ്. അബ്ദുൽ ബാസിദ്, cycling and ഓക്കെ. അലൻ, Studying, cycling and football. ഓക്കെ. സെറാറോസ്, പെറ്റ്സ്. മനസ്സിലായില്ല? പെറ്റ്സിനെ വളർത്താം. ഓക്കെ. ദേവാഞ്ജന, വേഗം ക്ലാസ് ഇപ്പൊ കട്ടോ, വേഗം പറഞ്ഞു മോളെ. ദേവാഞ്ജന, സ്റ്റഡി, ഡാൻസിങ്, സിംഗിങ് ആൻഡ് ഡ്രോയിങ്. ഓക്കെ. അമേ, അമയെ കൂടി പറഞ്ഞേ. art and drawing. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടല്ലേ? എല്ലാവർക്കും വെവ്വേറെ ഹോബീസ് ആണല്ലേ? ചിലർക്ക് ഡാൻസിലായിരിക്കും താല്പര്യം, ചിലർക്ക് പാട്ടിലായിരിക്കും താല്പര്യം, ചിലവർക്ക് പക്ഷികളെ വളർത്താനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അലൻ, എന്താ അലൻ?